السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട അക്കാദമിസ്റ്റുകളെ, സുഹൃത്തുക്കളെ, യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് പലതവണ കോൺഫറൻസുകൾക്കും അതുപോലെ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കംഫോർട്ടായ ഒരു മീഡിയത്തിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്, അറബി ഭാഷയിലാണ്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു സംവാദം അല്ലെങ്കിൽ ഒരു സംസാരം. അതുകൊണ്ട് എൻ്റെ മലയാള ഭാഷയിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഗത്തി ഉസ്താദിനെ സംബന്ധിച്ച് ആമുഖമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ തങ്ങൾ സാർ സൂചിപ്പിച്ചു, കേരളത്തിൽ പള്ളി ദർസയിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകളും വെറും കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകളും തമ്മിൽ ഇൽമിൽ വ്യത്യാസമുണ്ട്. അത് ജനറേഷൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്കറിയാം, ആബാഉക്കും ഖൈറുൻ മിൻ അബിനാഇക്കും ഇലാ യൗമിൽ ഖിയാമ. അത് ഖിയാമനാൾ വരെ അങ്ങനെ തന്നെ. വാപ്പാരായിരിക്കും ഈമാനാലും ഇൽമിനാലും മക്കളെക്കാട്ടിലും ഉഷാർ. അതിന് ഇസ്തിസ്ന ഉണ്ടാകും, എന്നാലും മൊത്തത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എടുക്കുകയാണ്. സുന്നി പ്രസ്ഥാനം എടുക്കുകയാണ്, ജമാഅത്ത് പ്രസ്ഥാനം എടുക്കുകയാണ്, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എടുക്കുകയാണ്. ഏത് പ്രസ്ഥാനം എടുക്കുകയാണെങ്കിലും ആ പ്രസ്ഥാനത്തിലെ പഴയ ആളുകളുടെ ആ ഒരു കഴമ്പ് പുതിയ ജനറേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല കഴിവുള്ള നല്ല മുജാഹിദ് ഒക്കെ നല്ല പ്രസംഗിക്കുന്ന ആളുകളെ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പള്ളി ദർസിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ഡെപ്റ്റായ നോളേജ് അത് സുന്നി പണ്ഡിതന്മാരാവട്ടെ മറ്റു പണ്ഡിതന്മാരാവട്ടെ അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ പള്ളി ദർസുകൾക്ക് ഈ ഉലമാഇനെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ വളരെയധികം വലിയ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത്തരം പണ്ഡിതന്മാർ എന്തുകൊണ്ട് മുഖ്യധാരയിൽ എത്തുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട, അതായത് അതും ഈ ലോകത്തിൻ്റെ ഒരു സുന്നത്തുണ്ട്, ഒരു ചര്യ. അതായത് സമസ്തയുടെ ഹിസ്റ്ററി എടുത്തു നോക്കുക, അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രസംഗകല ആരാണ് ഉഷാറായി കൈകാര്യം ചെയ്യുന്നത്, അവരായിരിക്കും സമൂഹത്തിൻ്റെ ഫോർ ഫ്രണ്ടിലുണ്ടാവുക. അതേത് ഇതിലാണെങ്കിലും. നേരെ മറിച്ച് പുസ്തകത്തെ പ്രണയിച്ചവർ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അറാബിത്തയിൽ അഗത്തി ഉസ്താദിനെ സംബന്ധിച്ചൊരു ലേഖനം എഴുതണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അൽ ആലിമുൽ ഹിന്ദി അല്ലതി ആഷിഖ തുറാസിനെ പ്രണയിച്ച ഇന്ത്യൻ പണ്ഡിതൻ എന്ന പേര് കൊടുക്കുക എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പോൾ മരിച്ചതിന് ശേഷമാണ് നേരത്തെ നൊയ്മാൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ആഘോഷിക്കുന്നതും അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ അവർ മരിച്ചതിന് ശേഷമാണ് കൂടുതൽ. ഇതൊക്കെ ആയിരുന്നു അഗത്തി ഉസ്താദ്. മാഷാ അല്ലാഹ്, അറബിയിൽ മാത്രമായിട്ട്, അറബിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് ഏകദേശം 100 പുസ്തകങ്ങൾ അഗത്തി ഉസ്താദിനുണ്ടായിരുന്നു. ആർക്കും അഗത്തി ഉസ്താദിനിക്ക് 100 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് തന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. അപ്പോൾ പ്രഭാഷകർക്കാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടാവും. അവരാണ് ആളുകളെ സംഘടിപ്പിക്കാനും മറ്റേനൊക്കെ. നേരെ മറിച്ചിട്ട് പുസ്തകങ്ങളെ പ്രണയിച്ച ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് അവരൊന്നും അറിയപ്പെടാതെ പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ PhD തീസിസിൻ്റെ ഫുട് നോട്ടുകളിലോ അല്ലെങ്കിൽ മാർജിനിലൊക്കെ ആയിരിക്കും അവരുണ്ടാവുക. അത്തരം ആളുകളെ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം ചെയറുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവരുടെ സേവനങ്ങളൊക്കെ അവരുടെ ജീവിതകാലത്ത് തന്നെ അവർക്ക് കൂടുതൽ പഠിക്കാനും അവരെ പറ്റി പഠിക്കുന്ന ഒരു സമൂഹം ജീവിതകാലത്ത് തന്നെ അവർക്ക് അർഹിക്കുന്ന ആദരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ അഗത്തി ഉസ്താദ് അറിയപ്പെടാതിരിക്കാൻ മറ്റൊരു കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ വൈലത്തൂർ ബാവസ്താദിൻ്റെ മാതിരി തന്നെ വൈലത്തൂർ ബാവസ്താദ് മാഷാ അല്ലാഹ് ബാക്കിയാത്തിൽ നിന്ന് 1ാം റാങ്കോടെ കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം തെദ്രീസിൻ്റെ ഫീൽഡിലേക്ക് വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്താ തെദ്രീസ് എടുത്ത്, നിങ്ങൾക്ക് റാങ്കൊക്കെ എടുത്ത് വന്നതല്ലേ? അപ്പം എനിക്ക് ഇഖ്ലാസില്ല, നിഷ്കളങ്കതയില്ല.
അങ്ങനെ മൂപ്പർ വിറക് വെട്ടാൻ വേണ്ടി കൊണ്ട് അങ്ങനത്തെ ചെറിയ പണിക്ക് വേണ്ടിയിട്ട്, കാരണം അത്തരം പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉത്തരവാദിത്വം കുറവായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴം അറിയുന്ന ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ മുദരിസാക്കുകയാണ് ചെയ്തത്. മാഷാ അല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്തിലെ ഉസാമുൽ അസ്ഹരി താജുദ്ദീൻ സുബ്കിയുടെ ജംഉൽ ജവാമി എന്ന് പറഞ്ഞാൽ ഉസൂൽ ഫിക്കിലെ മാസ്റ്റർ പീസ് കിതാബാണ്. 100ഓളം ഉസൂലുൽ ഫിക്കിലെ ജാമി ആയ ഒരു ഫന്നിലെ ജാമി ആയ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ഫന്നിലെ എല്ലാ മസലകളും ഒരുമിച്ച് കൂട്ടിയ കിതാബായിരിക്കും, എല്ലാത്തിൻ്റെയും മക്സൂദൻ. ആ ജാമി ആയ കിതാബുകൾ അതിൻ്റെ കൺക്ലൂഷനൊക്കെ ആയിട്ട് അദ്ദേഹം രചിച്ച കിതാബാണ് ജംഉൽ ജവാമി. ഇതിനിക്ക് മാഷാ അല്ലാഹ് ലോകപ്രസിദ്ധമായ കുവൈത്തിലും അതുപോലെ തന്നെ ഈജിപ്തിലെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആ പുസ്തകത്തെ പറ്റിയിട്ട് പ്രശംസയോടെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അൽ അദ്വാ ഉസ്സവാത്ത് എന്ന് പറഞ്ഞ പുസ്തകം. അതുപോലെ വെറും അദ്വാ ഉസ്സവാത്ത് മാത്രമല്ല, ബാവുസ്താദിൻ്റെ വൈലത്തൂർ ബാവുസ്താദ് ഒരു വലിയ അതുല്യ പണ്ഡിതനാണ്. ഏകദേശം 50ഓളം പുസ്തകങ്ങൾ അദ്ദേഹം അറബി ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. അത് ഇനി നമ്മുടെ അറബി ഭാഷയ്ക്ക് തന്നെ നമ്മുടെ നാട്ടിൽ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിതാബായ അൽഫിയ, ആ അൽഫിയക്ക് അദ്ദേഹത്തിൻ്റെ തെൽമീഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതൊക്കെ പുറം ലോകത്തൊക്കെ ഉള്ള അറബികൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റായി കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ അത്ഭുതത്തോടു കൂടെയാണ് ആ പുസ്തകങ്ങളെ പറ്റിയൊക്കെ അവർ സംസാരിക്കൽ. അപ്പോൾ അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഷുഹ്റത്തിനെ, ആളുകളുടെ ഇടയിൽ മഷ്ഹൂറാവലിനെ, പ്രസിദ്ധി ആർജിക്കലിനെ അദ്ദേഹം തീരെ ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് അഗത്തി ഉസ്താദ്. അഗത്തി ഉസ്താദ് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിൻ്റെ മേലെയൊന്നും അദ്ദേഹത്തിന് പേര് കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഉപ്പാക്ക് ആളുകളുടെ ദുആ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വാപ്പയിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് അദ്ദേഹം പുസ്തകങ്ങളുടെ മേലിലൊക്കെ അദ്ദേഹം പേര് കൊടുക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കോപ്പി പേസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് നമ്മളെ പേര് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കൊടുക്കും. നേരെ മറിച്ചിട്ട് അവർ ലിവജീലാക്ക് വേണ്ടിയിട്ട് ചെയ്ത പല വർക്കുകളും അങ്ങനെ ജീവിതത്തിൽ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം, ഇപ്പോഴും അദ്ദേഹത്തിന് 100 പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ 100 പുസ്തകങ്ങൾ, ആ 100 പുസ്തകങ്ങളുടെ കൺക്ലൂഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിന്ന് എന്നോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം അദ്ദേഹം എല്ലാ വിഷയത്തിലും, ഇപ്പോൾ ഒരാൾ മാനുസ്ക്രിപ്റ്റ്സുകളെ സ്നേഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് അഗത്തി ഉസ്താദിന് വലിയ മാതൃക ഉണ്ട്. ഇനി ഇൽമുൽ ഫലക്, കേരളത്തിൽ ഈ കലണ്ടറുകൾ ഒരുപാട് ആ കലണ്ടറുകളെ നിസ്കാര സമയം എന്താണ്, ഇത്തരം സംഗതികൾ ഈ മാസം 31 ഉണ്ടാവുമോ 31 ഉണ്ടാവില്ലേ, ഈ വിഷയത്തിലൊക്കെ ഗോളശാസ്ത്രത്തിൽ കേരളത്തിൽ അതുല്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഏകദേശം 100ഓളം പുസ്തകങ്ങൾ ഗോളശാസ്ത്രത്തിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം മിൻ അവലിഹി ഇല ആഖിരിഹി അദ്ദേഹം വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ലക്ഷദ്വീപിലൊക്കെ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ആയിരുന്നു അതിനൊക്കെ തീർപ്പ് കൽപ്പിക്കൽ. തൻ്റെ ഉപ്പ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായതുകൊണ്ട് തന്നെ ഗണിതത്തിനോട് അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കഴിവുള്ള വിഷയങ്ങളിലൊക്കെ, ഇപ്പോൾ ഗണിതം, ലളിതം, അതുപോലെ തന്നെ എങ്ങനെ എക്സൽ പഠിക്കാം, അതേപോലെ തന്നെ എങ്ങനെ ടൈപ്പിംഗ് പഠിക്കാം, അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്ന എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് പുസ്തകം എത്തിയിട്ടുണ്ട്. ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കഴിവുകളെ തൻ്റെ ശിഷ്യന്മാരിൽ വിതക്കാൻ, സറഅ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഗുണമാണ്. ഞാൻ അസ്ഹറിൽ കുല്ലിയത്തു ശരിയയിൽ 3ാം വർഷ വിദ്യാർത്ഥിയാവുന്ന സമയത്ത് എന്നോട് ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹർ പറഞ്ഞു, നിക്കാഹിൻ്റെ ബാബിൽ ഉമർ ഖാദി തങ്ങൾക്ക് ഒരു അൽഫിയുണ്ട്, 1000 ബൈത്ത് രചിച്ച് 1000 ബൈത്തുള്ള ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുസ്തകം ഒന്ന് തഹ്ക്കീക്കാക്കാൻ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ടിപ്പണി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനിതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് എവിടെ കിട്ടുകയെന്ന് ഞാൻ അന്വേഷിച്ചു, മഖ്തൂത്തകൾ. അങ്ങനെയാണ് അന്വേഷണം അഗത്തി ഉസ്താദിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഒരു നഫീസായ മഖ്തൂത്ത ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ ആ മഖ്തൂത്ത വേറെ ആളുകൾക്കാർക്കും അയച്ചു കൊടുക്കില്ല. അവർ തന്നെ തഹ്ക്കീക്കാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വേറെ ആർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സന്തോഷം എങ്കിലും അവർക്കുണ്ടാവും. നേരെ മറിച്ച് അഗത്തി ഉസ്താദിനോട് ഞാൻ അന്ന് എനിക്ക് ഇന്ന് ചെറിയൊരു ഇൽമിയായ ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു നാട്ടിലെ ചെറിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഫൗണ്ടർ എന്നുള്ളൊരു അഡ്രസ്സ് ഉണ്ട്. അന്ന് ഞാൻ അസ്ഹറിലെ 3ാം വർഷ വിദ്യാർത്ഥി ആയിട്ടുള്ളൂ, കുല്ലിയാശ്ശേരിയല്ല, ഒരു അക്കാദമിക് അഡ്രസ്സ് ഇല്ലാത്ത കാലഘട്ടം. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ മെയിൽ അയച്ചു, ഇങ്ങനെ. അപ്പോൾ പിറ്റേന്ന് തന്നെ ആ പുസ്തകത്തിൻ്റെ 4 മാനുസ്ക്രിപ്റ്റ്സ് 4 വ്യത്യസ്ത മഖ്തൂത്തുകൾ എനിക്ക് അയച്ചു തന്നു.
അപ്പോൾ എനിക്ക് അഗത്തി ഉസ്താദിനെ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എന്നോട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ എന്നല്ലേ, ഗുണം ചെയ്ത ആളുകളോട് ആബ്ദായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, അദ്ദേഹത്തിന് ഗോളശാസ്ത്രം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈജിപ്തിലെ എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഗോളശാസ്ത്രത്തിൽ ഉള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉസ്താദിന് ഗിഫ്റ്റായി കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിന് ഗോളശാസ്ത്രത്തിലെ കുറച്ച് പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആ പുസ്തകങ്ങളൊക്കെ ഉസ്താദിൻ്റെ ഒരു ധാതിയുണ്ട്. പക്ഷേ ഇതാണ് അഗത്തി ഉസ്താദിലെ ലോകം. അതായത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മക്തബത്തു ഷാമിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ അഗത്തി ഉസ്താദ് വരുന്ന സാഹചര്യം നമ്മൾ നോക്കണം. അതായത് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർക്ക് ഇപ്പോൾ ഇൽമു നഹ്വാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഫന്നിൽ അവർ ഓതപ്പെടുന്ന കിതാബിനെയും ആ ഇമാമികളെയും മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നഹ്വ് അറിയുന്ന ഒരാൾക്ക് ഇബ്നു ഹിഷാം തങ്ങളെ പരിചയം ഉണ്ടാവും, കാരണം ഖത്തർനദൻ മുസന്നിഫ. അൽഫിയ ഇബ്നു മാലിക്കിന് പരിചയം ഉണ്ടാവും. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ വർദീന് പരിചയം ഉണ്ടാവും, തുഹ്ഫത്തുൽ വർദിയുടെ മുസന്നിഫായിരിക്കും. അതുപോലെ നമ്മുടെ നാട്ടിൽ അതുപോലെ അവാമിൽ പരിചയം ഉണ്ടാവും, ജുർജാനി ഇമാമാണല്ലോ. ഇങ്ങനെ കുറച്ച് 4-5 മുസന്നിഫുകൾ. നേരെ മറിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഫന്നിലെ 100 കണക്കിന് ഇമാമിയങ്ങളുടെ ചരിത്രവും അവരുടെ ഹിസ്റ്ററിയൊക്കെ അറിയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ കൂടിയായിരുന്നു അഗത്തി ഉസ്താദ്. അതും ഈ മക്തബത്തുൽ ഷാമിലെയും അതുപോലെ തന്നെ ഇന്നുള്ള രൂപത്തിൽ ഇപ്പോൾ കോട്ടക്കൽ ലൈബ്രറി, അതുപോലെ മഞ്ചേരി, അങ്ങനെ പല വിദേശ പുസ്തകങ്ങളൊക്കെ എത്തുന്ന ഒരുപാട് ലൈബ്രറികളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ മഅ്ദിനിലെ ആ ഒരു പഴയ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ പലയിടത്തുനിന്നും ഹജ്ജിന് പോണ സമയത്തും അതിൽ ഹജ്ജിന് പോയ ആളുകളെടുത്തുനിന്നും അങ്ങനെ പല രൂപത്തിലൊക്കെ ഗൾഫിലെ പുസ്തകങ്ങളൊക്കെ തെർത്തീബാക്കിയിട്ട് മാഷാ അല്ലാഹ് ഒരു വലിയ ഒരു ലൈബ്രറിയും ഇതിലൂടെ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കാനും അഗത്തി ഉസ്താദിന് സാധിച്ചു എന്നുള്ള ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു സംഭവം, നമ്മളെ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ജീനിയസ് നമ്മളെ കേരളത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം നമ്മുടെ EK സമസ്തയുടെ പഴയകാല പ്രസിഡൻ്റായിരുന്ന അസ്ഹരി തങ്ങൾ അസ്ഹർക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അസ്ഹറിലെ ദാറുൽ കുത്തുബ് അസ്ഹറിലെ വ്യത്യസ്ത മാനുസ്ക്രിപ്റ്റ്സുകളുടെ ശേഖരങ്ങൾ അതിനെ സംബന്ധിച്ചും അതിലുള്ള പല പുസ്തകങ്ങളൊക്കെ സംബന്ധിച്ച് ഈ പള്ളിയുടെ മൂലയിലിരിക്കണ ഈ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ പറഞ്ഞിരുന്നു. ഈ അസ്ഹരി തങ്ങൾ ഇന്നാലിൻ്റെ സ്ഥലത്തൊക്കെ പോയിക്കൊണ്ട് ഇന്നാലിൻ്റെ മാനുസ്ക്രിപ്റ്റ്സൊക്കെ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അസ്ഹരി തങ്ങൾ ഈ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് പിന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫഖീദുൽ ഇൽമി വൽ അദബ് എന്ന് പറഞ്ഞിട്ട് UAE ഗവൺമെൻറ് ഇറക്കിയ തന്നെ ഒരു പുസ്തകമുണ്ട് അസ്ഹരി തങ്ങൾക്ക് ഈ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച്. അപ്പോൾ അത്തരം അത് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരാണ്. കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, എൻ്റെ ഉസ്താദ് കോട്ടൂർ ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ ക്ലാസ്സിൽ പങ്കെടുത്ത്. അപ്പോൾ 2 മണിക്കൂർ ചർച്ചയാണ്. എന്താ ചർച്ച? ഒരു ഇബാറത്ത് മത്തിന് ബൈന 2 ബ്രാക്കറ്റിൻ്റെ ഇടയിൽ മുസന്നിഫിൻ്റെ ഒരു ഇബാറത്ത്. ആ ഇബാറത്തിൽ ഷറഹിൽ സഅദുദ്ദീൻ തഫ്സാസാനി പറയുന്നുണ്ട്, യാനി മുസന്നിഫ് ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ ചർച്ച ഇതാണ് മുസന്നിഫ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന സമയത്ത് എന്ത് അല്ല മുസന്നിഫ് ഉദ്ദേശിച്ചത് എന്ന അതിൻ്റെ ഒരു മഫ്ഹൂം, ആ മഫ്ഹൂമുമായി ബന്ധപ്പെട്ടിട്ടാണ് 2 മണിക്കൂർ ചർച്ച. അത് കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ സബ്ക്ക് വളരെയധികം ഓരോ വിഷയങ്ങൾ ഒരു ലമീർ മടക്കാൻ വേണ്ടിക്കൊണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫിഖിൻ്റെ കിതാബിൽ ഈ ലമീർ എങ്ങോട്ടാണ് മടങ്ങുക എന്ന് ചിന്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ലമീറുകൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്ത ആളുകൾ. അങ്ങനെ അതേ ഒരു സ്വഭാവം നമുക്ക് അഗത്തി ഉസ്താദിലേക്ക് കാണാം. ഒരിക്കലും അഗത്തി ഉസ്താദ് നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ അൽഫിൻ്റെ ക്ലാസ് അതുപോലെ മറ്റ് കിതാബുകളുടെ ക്ലാസ്സൊക്കെ ഒരു ബഹ്സിയായ ഉസ്ലൂബാണ്. അത് ഞാനും ശിഷ്യന്മാരും തമ്മിലൊരു സംവാദമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചിലപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ ഉസ്താദുമാരൊക്കെ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളും ഫത്ഹുൽ മുഈൻ്റെ ഒക്കെ ഏറ്റവും പുതിയ കോപ്പികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ഇഷ്കാലായി കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളോട് ചോദിക്കും, നമ്മളെക്കാട്ടൊരു ഇൽമുള്ള ഒരാളോട് ചോദിക്കും, എന്നിട്ട് എങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുക. അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞ്. അഗത്തി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അഗത്തി ഉസ്താദ് പുസ്തകം തുറക്കണം, ആ പുസ്തകം തുറക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൻ്റെ പല മാനുസ്ക്രിപ്റ്റ്സും പല മഖ്തൂത്തകളൊക്കെ ഉണ്ടാകും. എന്നിട്ട് ഓരോ കുട്ടിക്കും ഓരോ മഖ്തൂത്തകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ആ നുസ്ഖയിൽ എന്താണുള്ളത്, ഈ നുസ്ഖയിൽ എന്താണുള്ളത്, ആ നുസ്ഖയിൽ വാവുണ്ടോ, ഈ നുസ്ഖയിൽ ഫാ ഉണ്ടോ, ആ നുസ്ഖയിൽ മിന്നുണ്ടോ, ഇങ്ങനെ ഒരു ബഹ്സിയായ ഒരു അബു ഹനീഫ ഇമാമിൻ്റെ ശൈലിയെ പറ്റി സംസാരിക്കുന്നത്. അവരുടെ ക്ലാസ് ശിഷ്യന്മാരും ഉസ്താദും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു ക്ലാസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നം, പിന്നെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി
ഒരു പുതിയൊരു ബാഹിസ് ജനിക്കുകയാണ് ഓരോ ക്ലാസ്സിലും. അങ്ങനെ അഗത്യുസ്താദിന് ഇവിടെ പറയുന്ന സമയത്ത് നമുക്ക് ഉള്ള ചെറിയൊരു സന്തോഷം, അഗത്യുസ്താദ് വളർത്തിയെടുത്ത ചെറിയൊരു ഒരു തുറാത്തിനെ ഇഷ്ക് വെക്കുന്ന, മഖ്തൂത്തകളെ പ്രണയിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ മഖ്തൂത്താത്തിൻ്റെ വഴിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉസ്താദ് നേരിട്ടിട്ടുണ്ട്. പല മക്തബുകളിലും പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, അവരാരും ആ മാനുസ്ക്രിപ്റ്റ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വേറെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ബാക്കിയാത്തിലും അതുപോലെ കായൽപട്ടണത്തും അങ്ങനെ ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് ഉള്ള സ്ഥലത്തൊക്കെ പോണ സമയത്ത് പല ആളുകളും ഇതിനൊന്നും പ്രാധാന്യം അറിയാത്ത ആളുകളൊക്കെ ഉസ്താദിനോട് താല്പര്യമില്ലാത്ത ശൈലിയിൽ സംസാരിക്കും. അങ്ങനെ അപ്പോൾ ഉസ്താദ് ഭയങ്കര വിഷമാവും. ചിലപ്പോൾ വണ്ടിയൊക്കെ വിളിച്ചിട്ട് കുട്ടികളൊക്കെ ഇത് സ്കാൻ ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വിളിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലെ ഒരു ദേവാ കോളേജിലെ ഉസ്താദിനുള്ള സാലറി ഏകദേശം ഒരു 10-15 അല്ലെങ്കിൽ 15-20 ഇടയിലൊക്കെ ആയിരിക്കും. ഈ ലിമിറ്റഡ് ആയ ഈ ഒരു സംഗതി സാലറിയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പോണ സമയത്ത് പിന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് അഗതി ഉസ്താദിൻ്റെ നിർബന്ധ കാരണം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, സമ്മതമൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ടാകും അവിടെയുള്ള അറബി മഖ്തൂത്താത്തിനെ പ്രണയിക്കുന്ന ആളുകളുടെ ഇസ്തിലാഹ് പ്രകാരം അൽ കുത്തുബു സഫ്ര, അവിടെയുള്ള മഞ്ഞ പേജുകളുടെ പുസ്തകങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അത്തരം എത്രയോ ലൈബ്രറികൾ അഗതി ഉസ്താദ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അഗതി ഉസ്താദ് എന്താ ചെയ്യുക, ഇതിൻ്റെ അവിടെയുള്ള ഈ പുസ്തകത്തിൻ്റെ കേടുപാടുകളൊക്കെ സംരക്ഷിച്ച് പുതിയ രൂപത്തിൽ പെയിൻറ്റ് ചെയ്തിട്ടും അവിടെയുള്ള കയ്യെഴുത്ത് പ്രതികളൊക്കെ എന്ത് ചെയ്യും, സ്കാൻ ചെയ്തിട്ടൊക്കെ ഉഷാറായി ആ ലൈബ്രറി അല്ലെങ്കിൽ ഇത് മക്തബ് നടത്തുന്ന ആളുകൾക്ക് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി അദ്ദേഹം അവിടെ ഒരു 10-15 ദിവസമൊക്കെ താമസിച്ച് സെറ്റാക്കിയായിട്ട് കൊടുക്കും. അപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടും, മാഷാ അല്ലാഹ്. അങ്ങനെ ഇങ്ങനെ തെർത്തീബാക്കി കഴിഞ്ഞതിന് ശേഷം ഉസ്താദിനെ മുആനഖത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച ആളുകൾ വരെ ഉണ്ടാവും. കാരണം അത്രമാത്രം മക്തബകളെ പ്രണയിക്കുകയും മക്തബകളെ ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യാൻ ആളായിരുന്നു അഗതി ഉസ്താദ്. പിന്നെ മറ്റൊരു അഗതി ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത, ആര് എന്ത് ചോദിച്ചോ, ഹുബ്ബുൽ ഖൈറിൽ ജമിയ, ആര് എന്ത് ചോദിച്ചോ അത് കൊടുക്കും. അപ്പോൾ ഇത് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, ഇത് ഈ പ്രസ്ഥാനത്തിലെ ആളല്ലേ, ഇത് ആ പ്രസ്ഥാനം, ഉമ്മത്തിന് ഉപകാരമുണ്ടോ അത് ചെയ്തിരിക്കും. അത് അഗതി ഉസ്താദിൻ്റെ ഒരു മിഫ്റ്റാഹു ഷഖ്സിയത്തിഹി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മിഫ്റ്റാഹ് തന്നെയാണ് അദ്ദേഹം ഈ സംഗതി. പിന്നെ മറ്റൊരു സംഗതി, അദ്ദേഹം നമ്മൾ ആശയപരമായിട്ട് കേരളത്തിലൊക്കെ ജനിച്ച ആളാണ് സമയത്തും നമുക്ക് പല ആശയപരമായി പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഈ തുറാത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പരം ഒരു അക്കാദമിക് കോർപ്പറേഷൻ അദ്ദേഹം അതിനു വേണ്ടി വളരെയധികം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഗതി ഉസ്താദിനോട് വിയോജിപ്പുള്ള ഒരാളാണ് സ്വാലിഹ് നിസാമി പുതുപ്പൊന്നാനി. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ചരിത്രകാരൻ തന്നെയാണ്. അപ്പോൾ എന്നാലും അഗതി ഉസ്താദ് മരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നൊക്കെ ഈ സ്വാലിഹ് നിസാമി പുതുപ്പൊന്നാനിയൊക്കെ പോയി കാണുകയും അവർ ഇങ്ങോട്ടും വന്ന് കാണുകയും അങ്ങനെ പരസ്പരം വ്യത്യസ്ത ആശയപരമായിട്ട് പരസ്പരം വിയോജിപ്പുകളുണ്ടെങ്കിലും ഈ മുത്തഫഖ് അലഹിയായ ഉമൂറുകളിലൊക്കെ പരസ്പരം അതിൻ്റെ ബഹ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ ഒരു അക്കാദമിക് കോർപ്പറേഷൻ നമുക്ക് അഗതി ഉസ്താദിൽ കാണാമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ ഈ രചനകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അഗതി ഉസ്താദ് ഇപ്പോൾ ഒരു താരീഖ് അല്ലെങ്കിൽ ഒരു ഫിഖ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റലോഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കായ്മയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ആളല്ല അഗതി ഉസ്താദ്. മാഷാ അല്ലാഹ് ഇൽമുൽ ഫലക്കിൽ അദ്ദേഹത്തിന് രചന ഉണ്ട്, ഇൽമുൽ ഹിസാബിൽ രചന ഉണ്ട്, ഇൽമുൽ ഹന്തസയിൽ അദ്ദേഹത്തിന് രചന ഉണ്ട്, ഇൽമുൽ ഫിഖിൽ രചന ഉണ്ട്, ഇൽമുൽ അഖീദയിൽ അദ്ദേഹത്തിന് രചന ഉണ്ട്, ഇൽമുൽ തസവുഫിൽ അദ്ദേഹത്തിന് രചന ഉണ്ട്. എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം സമീപിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം നേരത്തെ നുഐമാൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് അവരും ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അവർ ചെയ്യുന്നതിൻ്റെ 10% പോലും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത്രക്കും ഈ തുറാത്തിനെ പ്രണയിച്ച് ഫുൾ ടൈം സിസ്റ്റത്തിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. ഫുൾ ടൈം ഞാൻ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ അവിടെ പോയി കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രകൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അവസാനമായി അദ്ദേഹം ഉംറ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാനിപ്പോൾ ഫറായിൽ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു യമനിയെ ഞാൻ മദീനത്ത് വെച്ചുകൊണ്ട് അഗതി ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ നമ്പറും തരും. ഉടനെ അദ്ദേഹത്തിന് വേണ്ടത് ഈ ആളോട് നേരിട്ട് കോൺടാക്ട് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഈ ഫറായിദുകളുടെ ഇബ്തികാറാത്ത് എന്താണ് എന്ന് അറിയണം അദ്ദേഹത്തിന് പുതിയത്. അതുകൊണ്ട് തന്നെ കേരളം അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാവരും
കാന സനാഉ അലൈഹി കലിമത്ത് ഇജ്മാഇൻ ബൈന ജമീഇ തവായിഫിൽ മുസ്ലിമീൻ ഫി ബിലാദി മലൈബാർ. എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു. കാരണം അദ്ദേഹം അങ്ങനെ വിജ്ഞാനത്തെ പ്രണയിച്ച ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹം തസൗഫിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജമഅ ബൈനൽ ഹാലി വൽ ഖാൽ. പല ആളുകളും ഇങ്ങനെ നമ്മൾ പ്രസംഗം ഉഷാറായിരിക്കും, നമ്മൾ ആഖിറത്തിനെ പേടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ജീവിക്കണം, മറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും പ്രാക്ടിക്കലായി നോക്കുന്ന സമയത്ത് അത് വളരെ കുറവായിരിക്കും. ഇദ്ദേഹം തസൗഫ് ഇൽമും ഹാലും രണ്ടും കൂടി ജംഅ ചെയ്ത ഒരു അപൂർവ പണ്ഡിതന്മാരായി. അപ്പോൾ തഹജ്ജുദ് ഒരു ദിവസം ഒഴിവാക്കൂല, ദുഹ സ്ഥിരമായി കൊണ്ടു നടക്കും, നിസ്കാരം ജമാഅത്തായിട്ടേ നിസ്കരിക്കുള്ളൂ. അങ്ങനെ ശർഅ് പറഞ്ഞ ആദാബുകളോടുകൂടെ ഔറാദുകളോടുകൂടെ അങ്ങനെ ജീവിച്ച ഒരു സൂഫിയായ, ശരിക്ക് ഹക്കീക്കിയായ ഒരു സൂഫിയാണ്. നമ്മൾ ചിലപ്പോൾ തസൗഫ് എന്ന് കേൾക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അതിൻ്റെ സങ്കല്പങ്ങൾ തന്നെ ആകെ മാറിയിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് ഈ നിസ്കാരത്തിൻ്റെ ഇൽത്തിസാമിൻ്റെ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും മാത്രമല്ല, തൻ്റെ ജീവിത ശൈലിയിൽ ജീവിക്കുന്ന ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇനി നമ്മുടെ നൗഫൽ സാറ് അതുപോലത്തെ ആളുകളൊക്കെ സംസാരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അഗത്തി ഉസ്താദിനെ സംബന്ധിച്ച് വിശാലമായിട്ട് അറബിയിൽ തന്നെ അഗത്തി ഉസ്താദ്, കാരണം അഗത്തി ഉസ്താദ് ചരിത്രമാക്കപ്പെടണം എന്ന വാശി എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അഗത്തി ഉസ്താദിനെ സംബന്ധിച്ച് വിശാലമായിട്ട് അറബിയിലൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ ഒരു അവസരം തന്നതിന് തങ്ങൾക്കും അതുപോലെ നൊയ്മാൻ സാർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.